നമസ്കാരം. ടോപ് 10ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടത് സർക്കാർ നയമായ ജനമൈത്രി പോലീസിന്റെ ലക്ഷ്യം പോലീസും ജനങ്ങളും തമ്മിലുള്ള അകലം കുറച്ച് ജനങ്ങളുമായി ചേർന്ന് നിയമപാലനം സാധ്യമാക്കുകയാണ്. 1.5 പതിറ്റാണ്ടിലേറെ പിന്നിട്ടിട്ടും പദ്ധതി ലക്ഷ്യം കണ്ടില്ലെന്നതിന്റെ തെളിവാണ് സംസ്ഥാനത്തെ പോലീസിന്റെ അതിക്രമങ്ങൾ ഓരോ ദിവസവും വിവിധ രൂപത്തിൽ കേരളം കാണുന്നത്. പോലീസിലെ മനുഷ്യമുഖത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരെ കർശനമായി തന്നെ കൈകാര്യം ചെയ്യണം. പോലീസിന്റെ നില തെറ്റുമ്പോഴും ആഭ്യന്തരം കയ്യിലുള്ള മുഖ്യമന്ത്രിയും ഭരണകക്ഷിയായ CPM-ഉം മൗനം തുടരുന്നു. പോലീസ് അതിക്രമങ്ങൾക്ക് പിന്നെ വിലങ്ങിടേണ്ടത് ആരാണ്? സമഗ്രമായി നോക്കാം. ടോപ് 10 ആദ്യ പ്രധാന തലക്കെട്ടുകൾ. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാന പാതയിലൂടെ സംഘടനകൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്നും മോദി കലാപത്തിന്റെ ഇരകളുമായി സംസാരിച്ചു. 8500 കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മിസോറാമിലും 9000 കോടിയുടെ വികസന പദ്ധതികൾ. ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. ബില്ല് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ലക്ഷ്യമിട്ട് സ്വകാര്യ ഭൂമിയിലെ ചന്ദന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അധികാരം നൽകുന്ന ബില്ലിനും അംഗീകാരം. നിയമസഭാ സമ്മേളനത്തിൽ ബില്ലുകൾ അവതരിപ്പിക്കും. രാജ്യവ്യാപകമായി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനുവരി 1-ന് പുതിയ വോട്ടർ പട്ടിക വരുമെന്നും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം. SIR നടപ്പിലാക്കുന്നത് പ്രത്യേക ലക്ഷ്യം വെച്ചെന്ന് മന്ത്രി P. രാജീവ്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ചത് തിരുവനന്തപുരത്ത് 17-കാരന്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളം പൂട്ടി. ഈ വർഷം രോഗം ബാധിച്ച് മരിച്ചത് 17 പേർ. അരങ്ങുകളില്ലാതെ സംസ്ഥാനത്തെ നാടക കലാകാരന്മാർ. സംഘാടനം നടത്തേണ്ടതും കലാകാരന്മാർ തന്നെ. സർക്കാരും സാംസ്കാരിക വകുപ്പും കാര്യക്ഷമമായി ഇടപെടണമെന്ന ആവശ്യം ശക്തം. ടോപ് 10 സ്പെഷ്യൽ. മലയാളം സർവകലാശാല ഭൂമിയിടപാടിൽ ആരോപണം ആവർത്തിച്ച് PK ഫിറോസ്. നിർമ്മാണയോഗ്യമല്ലാത്ത ഭൂമിയാണ് വാങ്ങിയതെന്നും ജലീലിന്റെ താൽപര്യപ്രകാരമാണ് ഭൂമി ഏറ്റെടുത്തതെന്നും ആരോപണം. ഫിറോസ് ഗൾഫ് രാജ്യങ്ങളിൽ നടത്തുന്നത് അനധികൃത ബിസിനസ് എന്നും അദാനിയുടെ പിറക്കാതെ പോയ മകനാണ് ഫിറോസ് എന്നും KT ജലീൽ. വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ജീവനൊടുക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ NM വിജയന്റെ കുടുംബവുമായി ഒരു കരാറുമില്ലെന്ന് KPCC അധ്യക്ഷൻ. ഏഷ്യാ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. മത്സരം കാണാൻ BCCI ഉന്നതർ എത്തിയേക്കില്ല. ബംഗ്ലാദേശിനെതിരെ ശ്രീലങ്കയ്ക്ക് 140 റൺസ് വിജയലക്ഷ്യം. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ടോക്കിയോയിൽ തുടക്കം. ജാമ്യാപേക്ഷകൾ 2 മാസത്തിനകം തീർപ്പാക്കണമെന്ന് കോടതികളോട് സുപ്രീം കോടതി. കാലതാമസം നീതി നിഷേധവും ഭരണഘടനാ വിരുദ്ധവുമെന്ന് കോടതി. സ്റ്റോറി ഓഫ് ദി ഡേ. മട്ടുപ്പാവിൽ മാതൃകാ കൃഷിയുമായി ഒരു കുടുംബം. മണിപ്പൂരിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിലെ ഓരോ സംഘടനകളും സമാധാനത്തിന്റെ പാതയിലൂടെ തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 8500 കോടി രൂപയുടെ പദ്ധതി പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയെ തുടർന്ന് ഹെലികോപ്റ്റർ ഒഴിവാക്കി റോഡ് മാർഗമാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിലെത്തിയത്. കനത്ത മഴയെ അവഗണിച്ച് 10,000-ങ്ങളാണ് ചുരാചന്ദ്പൂരിലെത്തിയത്. ചുരാചന്ദ്പൂരിൽ 7300 കോടി രൂപയുടെയും ഇൻഫാലിൽ 1200 കോടി രൂപയുടെയും പദ്ധതികളാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. വരുന്ന നാളുകളിൽ മണിപ്പൂരിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. BJP സർക്കാരിന്റെ കാലത്ത് മണിപ്പൂരിനെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ കൂടുതൽ റെയിൽ സംവിധാനങ്ങൾ ഉറപ്പാക്കിയെന്ന് മോദി കൂട്ടിച്ചേർത്തു. സംഘർഷങ്ങൾ ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ജനങ്ങൾ നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. നിരവധി സംഘടനകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സമാധാനത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. मणिपुर के हर परिवार के घर में पाइप से पानी आने लगेगा। पहले के समय में पहाड़ों में
ट्राइबल एरियाज में अच्छे स्कूल कॉलेज, अच्छे अस्पताल, ये भी सपना होते थे। भारत सरकार आपके साथ है, मणिपुर के लोगों के साथ है। ആകെ 8500 കോടി രൂപയുടെ പദ്ധതിയാണ് മണിപ്പൂരിൽ നടപ്പിലാക്കുന്നത്. റെയിൽ റോഡ് വികസനത്തിലാണ് പ്രധാന പരിഗണനയെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. സംഘർഷത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി 7000 വീടുകളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മണിപ്പൂരിനെ അതിന്റെ എല്ലാ ഭംഗിയോടും കൂടി തിരികെ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകി. കുക്കി മെയ്തി വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായ ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചത്. നിലവിൽ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാണ് മണിപ്പൂർ ഉള്ളത്. സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തിയാൽ ഭരണമാറ്റം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മിസോറാമിൽ 9000 കോടിയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 52 കിലോമീറ്റർ നീളമുള്ള ബൈറാബി സൈരാങ് റെയിൽവേ പാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. അതേസമയം പ്രതിപക്ഷ പാർട്ടികളുടെ ഭരണത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 11 വർഷമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി മിസോറാമിലെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത്. റെയിൽവേ പദ്ധതികൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. മിസോറാമിലെ ജനങ്ങൾക്ക് ചരിത്ര ദിനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 8071 കോടി രൂപ ചെലവഴിച്ചാണ് റെയിൽവേ പദ്ധതി പൂർത്തിയാക്കിയത്. 52 കിലോമീറ്റർ നീളമുള്ള ബൈറാബി സൈറാങ് റെയിൽവേ പാതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. For the past 11 years, we have been working for the development of the Northeast. This region is becoming the growth engine of India. Friends, over the years, many states of the Northeast have been put on the rail map of India. സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷം പിന്നിടുമ്പോഴാണ് മിസോറാം തലസ്ഥാനമായ ഐസ്വാളിൽ റെയിൽവേ എത്തിയത്. നിരവധി വെല്ലുവിളികളെ മറികടന്ന് റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കിയ എഞ്ചിനീയർമാരെയും തൊഴിലാളികളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അതേസമയം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ ഭരണത്തിൽ വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നുവെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. മിസോറാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ വോട്ട് ബാങ്കായി മാത്രമാണ് പ്രതിപക്ഷ പാർട്ടികൾ കണ്ടത്. For a long time, some political parties in our country practiced vote bank politics. Their focus was always on places which had more votes and seats. ത്രിപുര, അരുണാചൽ പ്രദേശ്, അസം എന്നിവയ്ക്ക് ശേഷം ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ വടക്കുകിഴക്കൻ തലസ്ഥാനമാണ് ഐസ്വാൾ. പദ്ധതിയിലൂടെ ഐസ്വാളിനും അസമിലെ പ്രധാന നഗരമായ സിൽച്ചാറിനും ഇടയിലുള്ള യാത്രാസമയം 7 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറായി കുറയും. 500 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഐസ്വാൾ ബൈപ്പാസും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വനം വകുപ്പിന്റെ 2 കരട് ബില്ലുകൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭ. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനും സ്വകാര്യ ഭൂമിയിലെ ചന്ദന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും അധികാരം നൽകുന്ന ബില്ലുകൾക്കാണ് ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കും. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് ഇന്നു ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം ഭേദഗതി വരുത്തിയത്. ജനങ്ങൾ തടിച്ചുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ വന്യജീവികൾ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയോ വനം ചീഫ് കൺസർവേറ്ററുടെയോ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് എത്രയും വേഗം വന്യജീവിയെ കൊല്ലുന്നതിനോ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിനോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നതാണ് ബിൽ. അക്രമകാരികളായ മൃഗങ്ങളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുന്ന ബില്ലിനും അനുമതി നൽകിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ വളർത്തിയ ചന്ദനമരങ്ങൾ വനം വകുപ്പിന്റെ അറിവോടെ വെട്ടാനുള്ള അനുമതി നൽകുന്ന ബില്ലും പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകരിച്ചു. ബില്ലുകൾ അടുത്ത ദിവസം ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് തീരുമാനം. അതേസമയം അക്രമകാരികളായ വന്യജീവികളെ കൊല്ലുന്നതിനുള്ള നിയമത്തിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രപതിയുടെ അനുമതി വേണമെന്ന കടമ്പ കൂടി ഉണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെ കൂടെ നിർത്തുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ ഈ നീക്കമെന്ന ആരോപണവും ശക്തമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
വനനിയമങ്ങളിൽ കാലോചിതമായ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. അപകടകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. എന്നാൽ നടപടിക്ക് കാലതാമസം നേരിടുന്നു. കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. കേന്ദ്ര നിയമത്തിലെ ഇളവുകൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം വേണമെന്നാണ് കരട് രേഖയിൽ പറയുന്നതെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഗവൺമെന്റുകൾക്ക് ഇടക്കാല ഉത്തരവുകളിലൂടെയോ നിയമത്തിലൂടെയോ ക്യാബിനറ്റ് തീരുമാനപ്രകാരമോ ഇത്തരം സന്ദർഭങ്ങളെ നേരിടാൻ ഒരു വഴി എന്ന നിലക്കാണ്. അല്ലാതെ നമ്മൾ നേരെ പോയി നിങ്ങളുടെ ഈ നിയമത്തിൻ്റെ അന്തസ്സത്തക്കെതിരെ സംസാരിച്ചാൽ അംഗീകാരം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് നിയമം നിർമ്മിച്ചിട്ടുള്ളത്. നേരെ ഏറ്റുമുട്ടലല്ല, കേന്ദ്ര നിയമമായുള്ള ഏറ്റുമുട്ടലല്ല, കേന്ദ്ര നിയമത്തിൻ്റെ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന സവിശേഷ സാഹചര്യങ്ങളെ നേരിടാൻ ഘട്ടം വരുമ്പോൾ അത്തരം ഘട്ടങ്ങൾക്ക് നേരിടാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. രാജ്യവ്യാപക സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത വർഷം ജനുവരി 1 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചു. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. SIRമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നൽകി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കും. ബീഹാറിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ നടപടികൾ തുടങ്ങിയതായി കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടിയാണ് SIR ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രതിപക്ഷ എതിർപ്പുകൾ മറികടന്നാണ് രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഇതിനായി നിർദ്ദേശം സംസ്ഥാന CEOമാർക്ക് നൽകി. ഈ വർഷം ജൂലൈയിൽ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പുരോഗതി വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശാല യോഗം ചേർന്നിരുന്നു. ഇതിന്റെ തുടർ നടപടി എന്ന നിലയിലാണ് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നിർദ്ദേശം നൽകിയത്. കൃത്യമായി ഇടവേളകളിൽ SIR നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മറുപടി നൽകിയിട്ടുള്ളത്. ഈ ഹർജിക്ക് പുറമെ SIR കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടും അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് സുപ്രീം കോടതി തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതുവരെ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രത്യേക ലക്ഷ്യം വെച്ചാണ് SIR നടപ്പിലാക്കുന്നതെന്ന് ബീഹാർ തെളിയിച്ചതാണെന്ന് നിയമമന്ത്രി P. രാജീവ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. രാജ്യവ്യാപക SIR നടപ്പാക്കുന്നത് ധിക്കാരപരമായ നിലപാടാണ്. വ്യാപകമായ പ്രതിഷേധമുയരുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. SIRനെ സംബന്ധിച്ച് സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. SIR നടപ്പിലാക്കിയതിന് അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. വലിയ തോതിലാണ് വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പുറന്തള്ളപ്പെട്ടുള്ളതിൽ മഹാഭൂരിപക്ഷവും സാധാരണക്കാരും പിന്നോക്ക വിഭാഗക്കാരുമാണെന്നുള്ള പല പഠനങ്ങളും ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ആധാറാണ് എല്ലാത്തിനും ആധാരം എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്നിരുന്ന ആളുകളും അതിനെ പിന്തുണച്ചിരുന്നവരും ഇപ്പോൾ അത്തരത്തിലുള്ള രേഖകൾ പോലും അംഗീകരിക്കില്ല നിലപാട് സ്വീകരിക്കുകയും സുപ്രീം കോടതിയാണ് ഒടുവിൽ ആധാറും കൂടി ഒരു മാനദണ്ഡമാക്കണമെന്ന് പറഞ്ഞത്. വോട്ടർ പട്ടിക പരിഷ്കരിക്കണമെന്ന നിലപാടാണ് BJPയുടേതെന്നും കോൺഗ്രസിനും CPMനുമാണ് ഇതിൽ ആശങ്കയെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളവോട്ട് ചേർക്കുന്നത് കോൺഗ്രസും CPMുമാണ്. വ്യാജ വോട്ടർമാർ വെളിയിലാകുമെന്നതാണ് ആശങ്ക. ഒരു ഭാഗത്ത് വോട്ടർ പട്ടിക ക്രമക്കേട് ഉയർത്തുന്നു, മറുഭാഗത്ത് വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുന്നു. ഇവരുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് MT രമേശ് കോഴിക്കോട് പ്രതികരിച്ചു. നമ്മുടെ നാട്ടിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കണമെന്നുള്ള നിലപാടാണ് BJPക്കുള്ളത്. കാരണം വോട്ടർ പട്ടികയിൽ ഒരുപാട് ക്രമക്കേടുകളുണ്ട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആശങ്കപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അത് പരിഷ്കരിക്കാനുള്ള സംവിധാനം വേണ്ടേ? എന്തിനാണ് കേരളത്തിലെ LDFനും UDFനും ഇത്രയും ആശങ്ക? അവരാശങ്കപ്പെടാനുള്ള കാരണം വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിച്ചാൽ കാലാകാലമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾ പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ്. ആരാണ് വോട്ടർ പട്ടികയിൽ കള്ളവോട്ട് ചേർക്കുന്നത് കേരളത്തിൽ? CPMും കോൺഗ്രസുമാണ്. അതുകൊണ്ട് വ്യക്തമായ തിരിച്ചറിയൽ രേഖയോടുകൂടി വോട്ടർ പട്ടിക പരിഷ്കരിച്ചു കഴിഞ്ഞാൽ ബീഹാറിലെ പോലെ വ്യാജ വോട്ടർമാരെല്ലാവരും വോട്ടർ പട്ടികയിൽ വെളിയിലായി പോകും.
തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ പൂട്ടി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് സ്വിമ്മിംഗ് പൂൾ പൂട്ടിയത്. വെള്ളത്തിന്റെ സാമ്പിളുകളും ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് 17-കാരന് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 17 എന്ന ആരോഗ്യവകുപ്പ്. ഈ മാസം മാത്രം 7 പേർ മരണത്തിന് കീഴടങ്ങി. നിലവിൽ 66 പേർ പനി ബാധിച്ച് ചികിത്സയിലാണെന്നും ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട പുതിയ കണക്ക് വ്യക്തമാക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് 2 പേർ മരിച്ചതായുള്ള കണക്കാണ് ആരോഗ്യവകുപ്പ് തിരുത്തിയിരിക്കുന്നത്. ഈ വർഷം ഇതുവരെ 17 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചതായി ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ തന്നെ 7 പേർ ഈ മാസം പനി ബാധിച്ച് മരിച്ചു. നിലവിൽ 66 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുണ്ടെന്നും ആരോഗ്യവകുപ്പ് തന്നെ പുറത്തുവിട്ട പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തുടരുന്നതിനിടയിലാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവന്നത്. വടക്കൻ കേരളത്തിലാണ് രോഗബാധിതർ കൂടുതലായുള്ളത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെയാണ് രോഗകാരികളായ അമീബകൾ ശരീരത്തിലെത്തുന്നത്. ഇത്തരം അമീബകൾ തലച്ചോറിലേക്ക് കടന്ന് അണുബാധയുണ്ടാക്കുന്നതാണ് രോഗാവസ്ഥ. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് ജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. കാലത്തിനനുസരിച്ച് നാടകത്തിന്റെ രൂപവും ഭാവവും മാറിയിട്ടും മതിയായ വേദിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് സംസ്ഥാനത്തെ നാടക കലാകാരന്മാർ. കലാകാരന്മാർ തന്നെ സംഘാടനവും ഏറ്റെടുക്കേണ്ട സ്ഥിതിയാണ്. സർക്കാരും സാംസ്കാരിക വകുപ്പും കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. സാമൂഹ്യ അനീതിയുടെയും അസമത്വത്തിന്റെയും വിപ്ലവങ്ങളുടെയും സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും കഥകൾ വേദികളിൽ എത്തിക്കുന്നവരാണ് നാടക കലാകാരന്മാർ. പലപ്പോഴും നാടകങ്ങൾ സമൂഹത്തിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് നാട്ടിൽ വേരുറപ്പിക്കാൻ നാടകങ്ങൾ വഹിച്ച പങ്ക് അതിനുദാഹരണവുമാണ്. ശക്തമായ ഭാഷയിൽ ഭരണകൂടത്തെയും ഏകാധിപത്യത്തെയും നാടകങ്ങളിലൂടെ കലാകാരന്മാർ വിമർശിച്ചിട്ടുണ്ട്. പ്രായമായവരും യുവാക്കളുമടക്കം നാടകത്തെ പാഷനായി കൊണ്ടു നടക്കുന്നവർ ഇപ്പോഴുമുണ്ട്. പക്ഷേ വരുമാനമാർഗം എന്ന രീതിയിൽ നാടകത്തെ ഇന്ന് കാണാൻ സാധിക്കില്ല. നല്ല നാടകങ്ങൾ ഉണ്ടാകാറുണ്ട്, അവാർഡുകളും നേടാറുണ്ട്. പക്ഷേ അവയ്ക്കൊന്നും മതിയായ വേദികൾ കിട്ടാറില്ല. വേദികൾ കിട്ടാത്തതാണ് ഇന്നത്തെ നാടകകല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സിനിമയ്ക്കായി കോൺക്ലേവുകളും ചർച്ചകളും സംഘടിപ്പിക്കുന്ന സർക്കാർ പക്ഷേ നാടകത്തിന് വേണ്ട പരിഗണന നൽകുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം. നാടകങ്ങൾക്കായുള്ള പ്രൊഡക്ഷൻ കമ്പനികളും നിലവിൽ കുറവാണ്. സർക്കാരും സാംസ്കാരിക വകുപ്പും ഇടപെട്ട് നാടക കലാകാരന്മാർക്ക് വേണ്ട വേദികൾ ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് അവർക്ക് ആവശ്യപ്പെടാനുള്ളത്. നിലവിൽ രൂപീകരിച്ചിട്ടുള്ള സാംസ്കാരിക സംവിധാനങ്ങളെല്ലാം 5 മണിക്ക് അടച്ചുപൂട്ടി പോകുന്ന നിലയ്ക്കാണെന്നും കലാകാരന്മാർ പറയുന്നു. സമൂഹത്തിലെ അസമത്വങ്ങളെ, അനീതികളെ വിളിച്ചു പറയാൻ കലയേക്കാൾ മഹത്തായ മറ്റൊന്നില്ല. അതിൽ നാടകങ്ങൾ വഹിച്ച പങ്കും ചെറുതല്ല. ഇനി ഈ നാടക കലാകാരന്മാർക്ക് വേണ്ടത് അതിനുള്ള വേദികളാണ്. അതിനായുള്ള സർക്കാർ ഇടപെടലാണ്. ക്യാമറാമാൻ ചന്ദ്രജോസിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആവശ്യത്തിന് വേദികളില്ലാത്തതും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കമ്പനികളില്ലാത്തതുമാണ് നാടക മേഖലയ്ക്ക് വെല്ലുവിളിയാകുന്നതെന്ന് കലാകാരന്മാർ പറയുന്നു. നിലവിൽ നാടക കലാകാരന്മാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വേദികൾ ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. കാരണം കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നാടക പ്രവർത്തകർ തന്നെ സംഘാടനം ഏറ്റെടുത്ത് നാടകം നടത്തേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് അവതരണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് കളിക്കപ്പെടാൻ ഉള്ള സാധ്യതകൾ കുറഞ്ഞു വന്നു തുടങ്ങി എന്നതാണ് അതിൽ ഏറ്റവും വലിയൊരു സങ്കടകരമായ സംഗതി. ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ഒരുപാട് പേര് ഇത് ഉപജീവനമാർഗമായി നാടകത്തെ കാണുന്നവരുണ്ട്, കൊണ്ട് നടക്കുന്നവരുണ്ട്. അപ്പോൾ അതിനൊരു സപ്പോർട്ടീവായിട്ട് നിലനിൽക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന് കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട്. കാരണം 6 മണിക്ക് അടയ്ക്കുന്നൊരു ഓഫീസ് മാത്രമായിട്ട് സാംസ്കാരിക നിലയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നാടകകലാകാരന്മാരുടെ അവതരണങ്ങൾക്ക് വേദി കണ്ടെത്താനുള്ള, അത് അവരുടെ വർക്കാണോ അല്ലയോ എന്നല്ല, അതിന് ഉള്ളൊരു സൗകര്യമുള്ള ഇടങ്ങളെങ്കിലും തുറന്നു കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. മറ്റു പല മേഖലകളിലെ പോലെ അല്ല ഇതിൻ്റെ വെച്ചൊരു നാടകം പൊതുവെ ഒരു സംഘകലയാണ്.
ആ സംഘകല എന്നുള്ള ആ ഒരു കരുത്താണ് ഇതിന് നിലനിർത്തുന്നത്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ മുഖ്യധാര സിനിമാ രംഗത്ത് ശക്തിയായി നിലനിൽക്കുന്ന ഒരുപാട് വലിയ മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ സാംസ്കാരിക സംഗതികളെക്കുറിച്ച് ഭയങ്കര തോതിൽ സംസാരിക്കാറുണ്ട്, നിലപാടുകൾ പറയാറുണ്ട്. പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇന്നുവരെ ഒരു നാടകത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നിയിട്ടില്ല എന്നുള്ളതല്ലേ. നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ തലത്തു നിന്നും മീഡിയാസിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ തിയേറ്ററിന് കുറച്ചുകൂടെ അതിൻ്റെ അർഹിക്കുന്ന ഇടം കൊടുക്കുക എന്നുള്ളത്, അതിൻ്റെ വാല്യൂ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു നല്ല വലിയ ശാഖകൾ ഉണ്ടായിട്ടുണ്ട്. തമ്പ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന 30ഓളം തിയേറ്റർ ഗ്രൂപ്പുകൾ ഇപ്പോൾ കേരളത്തിൽ സജീവമായിട്ടുണ്ട്. ഇവരൊക്കെ ഒരു പരിവർത്തനത്തിന് വേണ്ടിയിട്ട് നാട്ടിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന നാടകങ്ങൾ രൂപപ്പെടുത്തുകയും നിരന്തരമായി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. KT ജലീൽ MLA-യും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നു. തിരൂരിൽ മലയാളം സർവകലാശാലയ്ക്കായി ഭൂമി ഏറ്റെടുത്തതിൽ വൻ ക്രമക്കേടെന്നും KT ജലീലിന്റെയും താൽപര്യപ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കൽ നടന്നതെന്നും PK ഫിറോസ് ആരോപിച്ചു. എന്നാൽ അദാനിയുടെ പിറക്കാതെ പോയ മകനാണ് PK ഫിറോസ് എന്ന് KT ജലീൽ തിരിച്ചടിച്ചു. തവനൂർ MLA KT ജലീലും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ ആരംഭിച്ച പോരാട്ടം ഇപ്പോൾ ദിവസേന വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുന്ന തലത്തിലേക്കെത്തി. വിദേശത്ത് വാണിജ്യ സ്ഥാപനത്തിന്റെ പേരിൽ ജോലിയെടുക്കാതെ ലക്ഷങ്ങൾ PK ഫിറോസ് ശമ്പളം വാങ്ങുന്നതായി ആരോപിച്ച് KT ജലീൽ കഴിഞ്ഞ ദിവസം പോരാട്ടത്തിന് മൂർച്ച കൂട്ടിയിരുന്നു. ഇതിന് മറുപടിയായാണ് മലയാളം സർവകലാശാലയ്ക്കായി ഭൂമി ഏറ്റെടുത്തതിൽ ജലീൽ മന്ത്രിയായിരുന്ന കാലത്ത് വലിയ ക്രമക്കേട് നടന്നതായുള്ള ആരോപണവുമായി PK ഫിറോസ് രംഗത്തെത്തിയത്. സെന്റിന് 3000 മുതൽ 40,000 രൂപ വരെ വിലയുള്ള ഭൂമി സെന്റിന് 1,60,000 രൂപ വില നൽകി മന്ത്രി V അബ്ദുറഹ്മാന്റെ ബന്ധുക്കളെയും നേരത്തെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ഗഫൂർ P ലില്ലീസിന്റെ ബന്ധുക്കളെയും സഹായിച്ചതായാണ് ആരോപണം. 11 ഏക്കർ ഭൂമി ഇത്തരത്തിൽ വലിയ വില നൽകി KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് ഏറ്റെടുത്തതായാണ് ആരോപണം. ഒരു 6 എന്ന് പറഞ്ഞാൽ 2 സെന്റും 2.47 സെന്റ് 2.47 സെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റിന് 7,500 പകുതിയിൽ താഴെ മാത്രമാണ് ന്യായവിലയുള്ളത്. എന്നാൽ ഈ ഭൂമിക്ക് സർക്കാർ എത്രയാണ് വില കൊടുത്തത്? 1,60,000. 17,65,00,000 രൂപയാണ് ഈ സ്ഥലത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ പാർട്ടിക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കൊടുത്തത്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ KT ജലീലിന് അത് നിഷേധിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആരോപണം തള്ളിയ KT ജലീൽ താൻ മന്ത്രിയായിരുന്ന കാലത്തല്ല ഭൂമി ഏറ്റെടുത്തതെന്നും ഏതന്വേഷണം നേരിടാനും തയ്യാറാണെന്നും പറഞ്ഞു. ഏത് അന്വേഷണവും അവർ പറയുന്ന അന്വേഷണം നടത്തണമെന്ന് ആദ്യം ഒപ്പിട്ട് കൊടുക്കുന്ന ആൾ ഞാനായിരിക്കും. ജലീലിന്റെ ആരോപണങ്ങൾ പൊതുവിഷയമല്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി പറഞ്ഞു. ഒരു 2 പേര് തന്നെ മതി ചർച്ച ചെയ്യാന്ന് എൻ്റെ വിശ്വാസം. നമ്മളെല്ലാവരും കൂടാൻ മാത്രം സ്കോപ്പില്ല ആ സബ്ജക്റ്റിൽ നിന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒരുമിച്ച് കച്ചവടം നടത്തിയവർ കൂട്ടം പിരിയുമ്പോൾ ഉണ്ടാകുന്ന തർക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ഒരുമിച്ച് ബിസിനസ് നടത്തിയവർ കൂട്ടം പിരിയുമ്പോൾ സാധാരണ തർക്കമുണ്ടാകും. അതിൽ ആർക്കാണ് ലാഭവിഹിതം കൂടുതൽ കിട്ടിയെന്നുള്ള തർക്കമാണ്. അത്തരമൊരു തർക്കമായിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചവരല്ലേ. ഈ ബിസിനസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ KT ജലീലിന്റെ ആരോപണങ്ങളെ പിന്തുണച്ച് LDF നേതൃത്വമോ PK ഫിറോസിനെ പിന്തുണച്ച് മുസ്ലിം ലീഗ് നേതൃത്വമോ കാര്യമായി രംഗത്ത് വന്നില്ലെന്നത് ശ്രദ്ധേയമാണ്. അമൃത ന്യൂസ്, മലപ്പുറം. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചു. ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പത്മജയുടെ മുറിവ് ഗുരുതരമല്ലെന്ന് പോലീസ് പറഞ്ഞു. NM വിജയൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നുണ്ടായ കടബാധ്യത ഏറ്റെടുക്കുമെന്ന് കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് പത്മജ ഇന്നലെ പറഞ്ഞിരുന്നു. കൊലയാളി കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഇര കൂടിയെന്ന് കുറിപ്പെഴുതിയാണ് ആത്മഹത്യാ ശ്രമം നടന്നത്. ബാങ്ക് നിയമന കോഴയുമായി ബന്ധപ്പെട്ട് NM വിജയന് 2.5 കോടി രൂപയുടെ ബാധ്യതയാണ് ഉള്ളതെന്നും ഇത് വീട്ടാമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം വീണ്ടും വഞ്ചിക്കുകയാണെന്ന് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് പത്മജ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് വീടിനുള്ളിൽ കൈഞ്ഞെരുമ്പ് മുറിച്ച നിലയിൽ പത്മജയെ കണ്ടെത്തിയത്. കൊലയാളി കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഇര കൂടിയെന്ന് കുറിപ്പും എഴുതി വച്ചിരുന്നു. ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പത്മജ അപകടനില തരണം ചെയ്തു. സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് കൊന്നൊടുക്കുന്നു. കള്ളന്മാർ വെള്ളയും ഇട്ട് നടക്കുന്നു. പാർട്ടിയെ വിശ്വസിക്കുന്നവർ മരിക്കുന്നു. കോൺഗ്രസിന്റെ ഔദാര്യം ഇനി ആവശ്യമില്ല എന്നായിരുന്നു പത്മജ കഴിഞ്ഞ ദിവസം പറഞ്ഞത്.
സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. ഇതുവരെ 20 ലക്ഷം രൂപയാണ് കോൺഗ്രസ് നൽകിയത്. 2.5 കോടിയുടെ ബാധ്യതയുടെ കണക്കാണ് കുടുംബം നൽകിയത്. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത കഴിയാവുന്ന വേഗത്തിൽ തീർക്കുമെന്ന് നേതാക്കൾ വിജയന്റെ കുടുംബങ്ങൾക്ക് ഉറപ്പു നൽകിയിരുന്നു. NM വിജയന്റെ കുടുംബത്തെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ച് കൽപ്പറ്റ MLA TC തിക്കിന്റെ ഓഫീസിലേക്ക് DYFI പ്രവർത്തകർ മാർച്ച് നടത്തി. അമൃത ന്യൂസ്, വയനാട്. NM വിജയന്റെ കുടുംബം ഉന്നയിച്ച ആരോപണത്തിൽ പാർട്ടിക്ക് അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ നിർവഹിക്കാനാവില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കുടുംബവുമായി ഉണ്ടാക്കിയ കരാർ ആരംഭത്തിൽ തന്നെ തെറ്റാണ്. അങ്ങനെ ഒരു കരാർ തന്നെ നിലവിലില്ല. പാർട്ടി അവരെ സഹായിച്ചിട്ടുണ്ട്. അത് കരാറിന്റെയും കേസിന്റെയും അടിസ്ഥാനത്തിലല്ല. അവർ ആഗ്രഹിക്കും വിധമുള്ള സഹായം നൽകാൻ കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ലെന്നും KPCC അധ്യക്ഷൻ പ്രതികരിച്ചു. മകൾ പത്മജ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവരിപ്പോൾ നടത്തുകയും ചെയ്തു എന്ന് കേൾക്കുന്നു. അക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? എന്താ ആരോപണം? പാർട്ടി സഹായിച്ചില്ല എന്നുള്ളത്. പരാതികൾ നിരവധി തവണ നൽകി ആത്മഹത്യക്കുറിപ്പ് പാർട്ടിക്ക് അവരുടെ ആവശ്യം മുഴുവൻ നിറവേറ്റി കൊടുക്കാൻ പറ്റുമോ? സാധിക്കുമോ? പാർട്ടി ആ ഉറപ്പ് നൽകിയിരുന്നു. ഇല്ലില്ല. എന്താ ഇനി തിരിച്ചുള്ള ഉറപ്പ്? കരാറെന്നാ പറഞ്ഞത്. കരാറ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ലോ കോളേജിലൊക്കെ പഠിച്ചവരുണ്ട്. കുറച്ച് KSU ഒക്കെ ആയിരുന്നുകൊണ്ട് മുഴുവൻ സമയം ക്ലാസ്സിൽ കയറിയില്ല. എന്നാലും ഞാൻ പഠിച്ച കോൺട്രാക്ട് ആക്ടിൽ ഒരു എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, ദാറ്റ് ഈസ് അബ് ഇനിഷ്യോ വോയിഡ്. അതാണ് നിയമത്തിലെ വാക്ക്. എന്നെക്കാളും നല്ല വാക്കിൽ ടാർജറ്റ്. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത പ്രാദേശിക കോൺഗ്രസ് നേതാവും മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗവുമായ ജോസ് നെല്ലേടത്തിന്റെ അവസാന പ്രതികരണം പുറത്ത്. തന്നെ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ലഭിച്ചത് തെറ്റായ വിവരമെന്നറിയാതെയാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് അനാവശ്യ തിടുക്കം കാട്ടിയെന്നും ജോസ് നെല്ലേടം അവസാന പ്രതികരണത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ജോസ് നെല്ലേടത്തിന്റെ അവസാന വീഡിയോ സന്ദേശത്തിലാണ് തന്നെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നുവെന്ന് പറയുന്നത്. ലഭിച്ച വിവരം പോലീസിന് കൈമാറി. അഴിമതി നടത്തിയിട്ടില്ല. പോലീസ് അനാവശ്യ തിടുക്കം കാട്ടി. വലിയ സാമ്പത്തിക ബാധ്യത തനിക്കുണ്ട്. കുടുംബത്തെ പോലും അവഹേളിക്കാൻ ശ്രമം നടന്നുവെന്ന് നെല്ലേടം പ്രതികരണത്തിൽ പറയുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 26-ാം തീയതി എന്നെ വിളിച്ച് ഇതിന്റെ വിശദ വിവരങ്ങൾ തേടുകയും എനിക്കറിയാവുന്ന വിവരങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പോലീസ് പിന്നെ ഇത് പറയുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വലിയ അഴിമതിക്കാരനും ഗൂഢാലോചനക്കാരനും ഒക്കെയാണെന്ന് പറഞ്ഞ് വലിയ പ്രചരണങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ അസൂയ കൊണ്ട ആളുകൾ എന്നെ ഈ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി, എന്റെ രക്തത്തിനു വേണ്ടി, എന്റെ മക്കളുടെ പോലും ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതേസമയം നെല്ലേടത്തിന്റെ ആത്മഹത്യ കോൺഗ്രസിൽ ഭിന്നതകൾ രൂക്ഷമാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് പോലും നേതാക്കളുടെ പടലപ്പിണക്കവും പാർട്ടിയെ ഇല്ലാതാക്കുന്നുവെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ ആരോപണം. ജില്ലയിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് പുൽപ്പള്ളിയും മുള്ളംകൊല്ലിയും. അതേസമയം പോലീസിന് ലഭിച്ച നെല്ലേടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ തെറ്റായ കേസിൽപ്പെടുത്തിയ നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അമൃത ന്യൂസ്, വയനാട്. ഏഷ്യാകപ്പിൽ ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്ന ഇന്ത്യ-പാക് മത്സരം നാളെ നടക്കും. ദുബൈ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 8 മണിക്കാണ് മത്സരം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലാണ് BCCI. UAE-ക്കെതിരായ മിന്നുന്ന ജയത്തോടെയാണ് ഇന്ത്യ പാകിസ്ഥാനെ നേരിടാനെത്തുന്നത്. പാകിസ്ഥാനാകട്ടെ ഒമാനെതിരായ ആധികാരിക ജയത്തോടെയും. എന്തായാലും ഈ കളിയിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം. ഇന്ത്യയും പാകിസ്ഥാനും A ഗ്രൂപ്പിലായതിനാൽ ഫൈനൽ മത്സരത്തിന് അവസരമുണ്ടാവില്ല. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്കൊപ്പം പാകിസ്ഥാൻ, ഒമാൻ, UAE ടീമുകളാണ് ഗ്രൂപ്പ് എയിലുള്ളത്. UAE-യിലെത്തിയ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ഇതിനകം പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയതിനാൽ പ്രവാസികളായ കാണികളിൽ ആവേശം വാനോളമുയർന്നു. എങ്കിലും പ്ലേ 11-ൽ സഞ്ജു ഇടം പിടിക്കുമോ എന്നതും ചോദ്യചിഹ്നമാണ്. പ്ലേ 11-ൽ ഇടം നേടിയാൽ സഞ്ജു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമോ എന്ന ചർച്ചകളും സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ്. ആദ്യഘട്ട മത്സരം പൂർത്തിയായാൽ ഇരു ഗ്രൂപ്പുകളിൽ നിന്നും 2 വീതം ടീമുകൾ സൂപ്പർ 4-ലേക്ക് കടക്കും. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാൽ ഇന്ത്യയുടെ സൂപ്പർ 4 മത്സരങ്ങളെല്ലാം ദുബൈയിലായിരിക്കും. അതേസമയം ഗ്രൂപ്പിൽ രണ്ടാമതാണെങ്കിൽ സൂപ്പർ 4 മത്സരങ്ങളിൽ 1 അബുദാബിയിലും ബാക്കിയുള്ളത് ദുബൈയിലുമാകും നടക്കുക.
സെപ്റ്റംബർ 20 മുതൽ 26 വരെയാണ് സൂപ്പർ 4 മത്സരങ്ങൾ. സെപ്റ്റംബർ 28-ന് ദുബൈയിലാണ് ഫൈനൽ മത്സരം. 2 ഫോർമാറ്റിലുമായി 8 തവണ കപ്പ് ഉയർത്തിയ ഇന്ത്യക്ക് തന്നെയാണ് ഇത്തവണയും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിനായി ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഏഷ്യ കപ്പിലെ ആവേശ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാൻ 10,000-ങ്ങൾ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മത്സരം കാണാനെത്തുന്ന ആരാധകർക്കായി സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾ ദുബായ് പോലീസ് പുറത്തിറക്കി. കാണികൾക്കായി പ്രത്യേക പാർക്കിംഗ് ഇടങ്ങൾ സ്റ്റേഡിയത്തിന്റെ പരിസരങ്ങളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. UAE സമയം വൈകിട്ട് 6:30-നാണ് മത്സരം ആരംഭിക്കുക. കളി തുടങ്ങുന്നതിനും 3 മണിക്കൂർ മുൻപ് മുതൽ പ്രവേശനം അനുവദിക്കും. ടിക്കറ്റില്ലാതെ പ്രവേശിക്കുക, നിരോധിത വസ്തുക്കൾ കൈവശം വയ്ക്കുക എന്നിവ ചെയ്താൽ 1 മാസം മുതൽ 3 മാസം വരെ തടവും 5,000 മുതൽ 30,000 ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ. അധിക്ഷേപ വാക്കുകൾ പറയുക, കളിക്കളത്തിലേക്ക് വസ്തുക്കൾ വലിച്ചെറിയുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് 10,000 മുതൽ 30,000 ദിർഹം വരെ പിഴയും തടവും ലഭിക്കും. പവർ ബാങ്കുകൾ, പടക്കം, കൊടികൾ, ബാനറുകൾ, സെൽഫി സ്റ്റിക്കുകൾ, ഭക്ഷണപാനീയങ്ങൾ എന്നിവ സ്റ്റേഡിയത്തിനകത്ത് അനുവദിക്കില്ല. UAE-യുടെ സംസ്കാരത്തിന് യോജിച്ച പെരുമാറ്റം കാഴ്ചവെക്കണമെന്ന് കാണികൾക്ക് ദുബായ് പോലീസ് നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, ദുബായ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ശ്രീലങ്കയ്ക്ക് 140 റൺസ് വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ബംഗ്ലാദേശ് 139 റൺസ് എടുത്തത്. 42 റൺസ് എടുത്ത ഷമീമാണ് ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്ക 1 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസ് എന്ന നിലയിലാണ്. 20ാം ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ടോക്കിയോയിൽ തുടക്കമായി. കെനിയയുടെ ബിയാട്രിസ് ചെബൈറ്റ് വനിതകളുടെ 10,000 മീറ്ററിൽ സ്വർണ്ണ മെഡൽ നേടി. 30 മിനിറ്റും 37 സെക്കൻഡും കൊണ്ടാണ് സ്വർണ്ണ നേട്ടം. ഇതുവരെ 7 ഇനങ്ങളിലാണ് മത്സരങ്ങൾ പൂർത്തിയായത്. നീരജ് ചോപ്രയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമിൽ 19 അംഗങ്ങളാണുള്ളത്. മലയാളികളായ M. ശ്രീശങ്കർ, അബ്ദുള്ള അബൂബക്കർ എന്നിവരും മത്സരത്തിനുണ്ട്.